ഹലോ, നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന മിക്കവാറും ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പാല് കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകുന്നത്. അന്നേരം അതിൽ 10 താഴെ ശതമാനം വരും അതെടുത്ത് ഉറയൊഴിക്കുകയോ തൈരാക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നത്. ബാക്കി 90% മുകളിൽ ആൾക്കാരെടുത്ത് അത് കളയുകയാണ് ചെയ്യുന്നത്. അത് കളയരുത്. അടിപൊളി ഒരു ഐറ്റം വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. വെറും 10 രൂപ താഴെ ചിലവിൽ 10 രൂപയുടെ താഴെ ചിലവിൽ അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം. അതും സൂപ്പർ മാർക്കറ്റിലെ അല്ല ബേക്കറികളിലെ കിലോയ്ക്ക് 400 രൂപ വില വരുന്ന ഒരു സാധനം വെറും 10 രൂപയുടെ താഴെ ചിലവിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സാധനം ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്കെങ്കിലും അടിക്കുക, പരമാവധി ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ഷെയർ ചെയ്യുക, നിങ്ങളെക്കൊണ്ട് ആവുന്ന ഒരു സഹായം ചെയ്യുക. ഒരു സഹോദരൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക. അത് എനിക്കറിയാം എൻ്റെ സൗണ്ട് നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യതയുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഞാനൊരു അസുഖബാധിതനാണ്. 1 വർഷം മുമ്പ് ഒരു സർജറി കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം വീണ്ടും തിരിച്ച് അസുഖം വന്ന് വീണ്ടും സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർമാർ. അന്നേരം സാമ്പത്തികം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പ് ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാനൊരു കുടുംബക്കാരെ പോലാണ് കണക്ക് കൂട്ടുന്നത്, നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാം. അല്ലാതെ ഒരു സഹതാപ തരംഗത്തിന് വേണ്ടിയൊന്നും അല്ല കേട്ടോ. എൻ്റെ ഒരു കുടുംബക്കാരെ പോലാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആവുന്ന രീതിയിൽ ഒന്ന് ലൈക്ക് അടിക്കുകയോ ഷെയർ ചെയ്യുകയോ നിങ്ങൾക്ക് എന്ത് പറ്റുന്നോ അതൊന്ന് ചെയ്യുക. വീഡിയോ ലെന്ത് കൂടിപ്പോയതിന് ക്ഷമ ചോദിക്കുന്നു, നിങ്ങളെല്ലാവരുടെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു. ഓക്കെ. ചൂടാറിയതിന് ശേഷം ഇതേപോലൊരു നല്ല തുണിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായി പിഴിഞ്ഞെടുക്കണം ഇതേപോലെ. അല്ലാതെ വേറൊരു മെത്തേഡുണ്ട്. നമ്മുടെ ചായ അരിപ്പയ്ക്കകത്തോട്ട് ഇതെല്ലാം കൂടെ ഒഴിച്ചു വെച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇളക്കി അത് ഇച്ചിരിയുടെ സമയം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം, പെട്ടെന്ന് എടുക്കുക. ഇതാകുമ്പോൾ ഫ്രൈ പാൻ വെച്ച് ചൂടാക്കി എടുക്കുക. അതിനോട്ട് 3 സ്പൂണ് പഞ്ചസാര. 4 ആയാൽ മധുരം ഓവറാവും, 2 ആയാൽ മധുരം കുറയും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന 1/2 ലിറ്റർ പാലാണ് എൻ്റെ പിരിഞ്ഞു പോയത്. അത് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, 1/2 ലിറ്റർ പാല്. അതിൻ്റെ കണക്കാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അന്നേരം ഇതേപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അന്നേരം ഇതേപോലെ ഒരു വെള്ളം പോലെ ആവും. അന്നേരം ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലയ്ക്ക, 2 ഏലയ്ക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം, 2 ഏലയ്ക്ക കൂടുതൽ ഇടരുത്. 1/2 ലിറ്റർ പാലിന്. അതിന് ശേഷം ഒരു തുള്ളി വെള്ളം, ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂണോ അങ്ങനെ ഒരു കണക്ക് വെച്ച് ഒരു സ്പൂൺ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അതുകൊണ്ട് ഇതേപോലെ ആവും. നമ്മൾ പിഴിഞ്ഞെടുത്ത കണ്ട ആ കട്ട പോലായി, പാലിന് കട്ട പോലായി. ആ പാൽക്കട്ട ഇതിനകത്തിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കണ്ടല്ല, ഇതേപോലെ നന്നായി ഇളക്കി കൊടുക്കുക. അത് ഇളക്കി കഴിയുമ്പോൾ ഈ പരുവത്തിനാവും. ഇത് ഒരു മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അന്നേരത്തേക്ക് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് കഴിച്ചതിന് ശേഷം അഭിപ്രായം പറഞ്ഞാൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ് ഇതെന്ന് പറയരുത്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഒരുപാട് ലെന്ത് കൂടിപ്പോയി. എല്ലാവരുടെ അടുത്തും ഞാൻ ക്ഷമ വയ്ക്കുന്നു. വീഡിയോ കാണുന്ന എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അന്നേരം ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.